കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ടാണ്. അതായത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, ഓവുലേഷൻ ഡേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രഗ്നൻ്റ് ആകുന്നില്ല. വൈ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ പ്രഗ്നൻ്റ് ആകുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഓവുലേഷൻ നടന്നിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാത്തത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള ഒരു ഓർഗൻ പാർട്ട് നമ്മുടെ ശരീരത്തിലുണ്ട്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരുപാട് അവയവങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ 2 ഓവറീസ്, നമ്മുടെ യൂട്രസ്, നമ്മുടെ സെർവിക്സ്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങൾ തമ്മിൽ കണക്റ്റ് ആവുന്നതാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഇതിലെ ഓരോ പാർട്ടും, ഓരോ ബോഡി പാർട്ടും അതിൻ്റേതായിട്ടുള്ള ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു പ്രഗ്നൻസി അവിടെ പോസിബിൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസും കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അവിടെ പോസിബിലിറ്റി ആയിട്ട് പ്രഗ്നൻസിയുടെ ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഒരു കോസായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഫലോപ്പിയൻ ട്യൂബാണ്. ഈ ഫലോപ്പിയൻ ട്യൂബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇജാക്കുലേഷൻ സംഭവിച്ചിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഒരു സ്പേം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിലാണ്. ഫലോപ്പിയൻ ട്യൂബ് നമ്മുടെ അണ്ടാശയം റിലീസ് ചെയ്യുന്ന എഗ്ഗിനെ ഫലോപ്പിയൻ ട്യൂബ് ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലൂടെ അത് എഗ്ഗ് യാത്ര ചെയ്തിട്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്പേമുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഫെർട്ടിലൈസേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്തിയിരിക്കുന്ന സ്പേമിനും എഗ്ഗിനും പരസ്പരം മീറ്റ് ചെയ്യാൻ പറ്റാതെയായി പോകുന്ന സിറ്റുവേഷൻസ് ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകാം. ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും സ്കാറോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജോ ഉണ്ടെങ്കിൽ ആ ഫലോപ്പിയൻ ട്യൂബിലൂടെ സ്പേമിനും അതുപോലെ എഗ്ഗിനും ജോയിൻ ചെയ്യാനായിട്ട് അവിടെ പറ്റാതെ വരുന്നു. ഫെർട്ടിലൈസേഷൻ എന്നൊരു പ്രോസസ്സ് അവിടെ നടക്കാതെയായിട്ടും വരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാതിരിക്കാനുള്ള ഒരു റീസണാണ്. സാധാരണയായിട്ട് നമുക്ക് ട്രാൻസ്വജൈനൽ സ്കാനോ അല്ലെങ്കിൽ അബ്ഡോമിനൽ സ്കാനോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ ട്യൂബ് ടെസ്റ്റ് ചെയ്യണം. ഒരിത്തിരി പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ട്യൂബ് ടെസ്റ്റ്. വളരെയധികം പെയിൻഫുള്ളൊന്നും അല്ല കേട്ടോ, കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ്, ഒരിത്തിരി പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ട്യൂബ് ടെസ്റ്റ്. സാധാരണയായിട്ട് ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഡോക്ടേഴ്സ് ട്യൂബ് ടെസ്റ്റ് ചെയ്യാറ്. പെട്ടെന്ന് തന്നെ ഒരു ദിവസം ട്യൂബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയാറില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അവിടെ ഒന്നും കാണാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലാണ് ട്യൂബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഫലോപ്പിയൻ ട്യൂബാണ് ഫസ്റ്റത്തെ ഒരു ഫാക്ടർ. ഫലോപ്പിയൻ ട്യൂബിൽ എന്തെങ്കിലും സ്കാറോ ബ്ലോക്കേജോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രഗ്നൻസി ആകുന്നത് ബുദ്ധിമുട്ട് ആകും. അപ്പോൾ അവിടെയും നമുക്കൊരു മാർഗ്ഗമുണ്ട്. ഫലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്കേജ് നമുക്ക് എളുപ്പത്തിൽ മാറ്റാനായിട്ട് സാധിക്കും. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ബ്ലോക്കേജ് നമുക്ക് മാറ്റാനും ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിനും ഫെർട്ടിലിറ്റി മസാജ് നമ്മളെ സഹായിക്കും. അവിടെ കണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഫെർട്ടിലിറ്റി മസാജ് മൂലം നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത നല്ല രീതിയിൽ നടക്കും. ഇനി നിങ്ങളുടെ ഫലോപ്പിയൻ ട്യൂബിന് ബ്ലോക്കോ അതുപോലെ സ്കാറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതും നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങളത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ബ്ലോക്കോ സ്കാറോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. രണ്ടാമത്തെ റീസണാണ് PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് ഉണ്ടാവുക. ഈ PCODയും തൈറോയ്ഡൊക്കെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് ഹോർമോൺസിനെയാണ്. ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടന്നിട്ടില്ല എങ്കിൽ അവിടെ ഓവുലേഷൻ ഉണ്ടാവില്ല. ഓവുലേഷൻ ഉണ്ടായാൽ തന്നെ എഗ്ഗ് കൃത്യമായിട്ട് വളരണമെന്നില്ല. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് അവിടെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിലുണ്ടാകും. അതുപോലെ തന്നെ PCOD നമുക്കുണ്ടെങ്കിൽ PCOD മൂലം മറ്റു പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാകും. ഓവർ വെയ്റ്റ് ഉണ്ടാകും, അതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകും. ഇതെല്ലാം മൂലം നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവുലേഷൻ സമയത്ത് നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിലും ഇപ്പം നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും നിങ്ങളുടെ PCOD കൺട്രോളിലല്ല എങ്കിൽ നമുക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകും.
PCOD എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് PCOD എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻസി നോക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PCOD എന്നുള്ളൊരു പ്രശ്നത്തെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. PCOD ഒന്ന് ക്യൂർ ചെയ്ത് ഒരു 2-3 മാസത്തിന് ശേഷമൊക്കെ നിങ്ങൾ പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് ഏകദേശം ഈ ഒരു ദിവസം തന്നെ നമുക്ക് പീരിയഡ്സ് വരും എന്ന് നമുക്കൊരു എക്സ്പെക്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ തൈറോയ്ഡ് എന്ന് പറയുന്നത്, തൈറോയിഡിൻ്റെ മെഡിസിൻ നമ്മൾ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡും കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിയർ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നവും നമുക്ക് തൈറോയിഡിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഡോസ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ളൊരു ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ട് തൈറോയ്ഡ് എങ്ങനെയുണ്ട്, ബ്ലഡ് ടെസ്റ്റിൽ നോർമൽ ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് PCOD, തൈറോയ്ഡ് പോലുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ്. സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വജൈനയിൽ നിന്ന് വരുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ളൊരു ഡിസ്ചാർജാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്ന നിങ്ങളിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള വജൈനൽ ഡിസ്ചാർജ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, വെജിറ്റബിൾസ് കഴിക്കുന്നില്ല, നമ്മൾ വെള്ളം ധാരാളം കുടിക്കുന്നില്ല, നട്ട്സ് കഴിക്കുന്നില്ല, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മറിച്ച് പുറത്തു നിന്നുള്ള പാക്കറ്റ് ഫുഡും പ്രോസസ്ഡ് ഫുഡും ബേക്കറി ഐറ്റംസും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ അതുമൂലം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അൺഹെൽത്തി ആയിട്ട് മാറുന്നു. അതുപോലെ കൃത്യമായിട്ട് നമുക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല, നമ്മൾ വെള്ളമൊന്നും കുടിക്കുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലും നിങ്ങൾ ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിലും പ്രഗ്നൻസി ആകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനോ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് റിലീസ് ആവുന്നതിനോ വേണ്ടിയിട്ടുള്ള വിറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രഗ്നൻസി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. പ്രഗ്നൻസി ആകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, നട്ട്സ് കഴിക്കുക, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക, പാല് കഴിക്കുക, മുട്ട കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രഗ്നൻ്റ് ആകാനായിട്ട് എളുപ്പം സാധിക്കും. അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എൻഡോമെട്രിയം തിക്നെസ് ആണ്. എൻഡോമെട്രിയം എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിലുള്ള ഒരു ഇന്നർ ലെയറാണ് എൻഡോമെട്രിയം തിക്നെസ് എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന ആ ഒരു ഇന്നർ ലെയർ നമുക്ക് പീരിയഡ്സ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടില്ല എങ്കിൽ ആ പീരിയഡ്സിൻ്റെ ബ്ലഡിനോടൊപ്പം ഷെഡായിട്ട് പോവുകയാണ് ചെയ്യാറ്. ഈ എൻഡോമെട്രിയം തിക്നെസ് നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഒരു 8 to 11 mm തിക്നെസ്സിൽ എത്തിയിട്ടില്ല എങ്കിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു ഇംപ്ലാന്റേഷൻ ആയിക്കഴിഞ്ഞാലും, അതായത് അവിടെ ഫെർട്ടിലൈസേഷൻ ആയിക്കഴിഞ്ഞാലും ഇംപ്ലാന്റേഷൻ അവിടെ നടക്കില്ല. കാരണം ഇംപ്ലാന്റേഷൻ എന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ്, അതായത് ജോയിൻ ആയിട്ടുള്ള എഗ്ഗും സ്പേമും ട്രാവൽ ചെയ്ത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ എത്തി നമ്മുടെ എൻഡോമെട്രിയം ലൈനിങ്ങിൽ അറ്റാച്ച് ആകുമ്പോഴാണ് അതിനെ ഇംപ്ലാന്റേഷൻ എന്നൊരു ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ അവിടെ നടക്കണമെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിന് കൃത്യമായിട്ടുള്ളൊരു തിക്നെസ് ഉണ്ടാവണം. യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നെസ് കുറഞ്ഞു പോയാലോ യൂട്രസിൻ്റെ ലൈനിങ്ങിന് കൂടുതൽ തിക്നെസ് ഉണ്ടെങ്കിലോ അവിടെ നമുക്ക് പ്രഗ്നൻസി നടക്കില്ല. അപ്പോൾ എൻഡോമെട്രിയം തിക്നെസ് കൃത്യമായിട്ടുണ്ടാവണമെങ്കിൽ എൻഡോമെട്രിയം തിക്നെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം. ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണം. ഓരോ ടോപ്പിക്ക് പറയുമ്പോഴും ഞാൻ പറയുന്നുണ്ട് ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസിനെ പറ്റിയിട്ട്. ഈ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ ഓരോ ഭാഗത്തോട്ട്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ അണ്ടാശയങ്ങളിലോട്ടൊക്കെ കൃത്യമായിട്ടുള്ള രീതിക്ക് ബ്ലഡ് സപ്ലൈ എത്തുന്നതിന് ഇത് സഹായിക്കുന്നു. കൃത്യമായിട്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടും എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നോർമലായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസിനേക്കാളും 10 മടങ്ങ് വേഗത്തിൽ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നടക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എക്സസൈസുകൾ. അപ്പോൾ അത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുവഴി നിങ്ങളുടെ എൻഡോമെട്രിയം തിക്നെസ് കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും അത് സഹായിക്കും. ആറാമത്തെ ഫാക്ടർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ഹസ്ബൻഡിൻ്റെ കാര്യം. ഹസ്ബൻഡിൻ്റെ സെമനിൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഇല്ല എങ്കിൽ, മോട്ടിലിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല, അതുപോലെ കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഇല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനും ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മൂലവും നിങ്ങളുടെ പ്രഗ്നൻസി ആകാനായിട്ടുള്ള സാധ്യത കുറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ത്രീകളുടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് ആണ്. സെമൻ അനാലിസിസ് നോക്കുക, കൃത്യമായിട്ട് മോട്ടിലിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, അതിന് എങ്ങനെയാണ്, അതിൻ്റെ ലൈഫ് സ്പാൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി നോക്കുക
കേട്ടോ. അതും ആ ഒരു കാര്യവും ഏകദേശം നമ്മളൊരു 100% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% വരെയൊക്കെ ഹസ്ബൻഡിൻ്റെ ഫാക്ടറും അവിടെ ഇൻക്ലൂഡഡ് ആണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്നത്. ഈ ഒരു കാര്യം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ജസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക, ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് എക്സസൈസുകൾ ചെയ്യുക, ഉറക്കം കൃത്യസമയത്ത് ഉറപ്പ് വരുത്തുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.